പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക അപവാദ ആരോപണങ്ങളാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച ചർച്ച. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി രാഹുലിനെതിരെ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ അയാൾ നേരിട്ടത് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണിയിൽ നിന്നുമാണ്. കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയൂ എന്ന കാരണം കൊണ്ടാവാം ഇത്. രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ മുതിർന്ന നേതാക്കൾ എല്ലാവരും രാഹുലിൽ നിന്ന് അകലം പാലിക്കുകയും ഇയാളുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്തു. രാഹുലിനെതിരെ ശക്തമായ അച്ചടക്ക നടപടികൾ ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും UDF-ലെ മറ്റ് ഘടകകക്ഷികളുടെയും വനിതാ നേതാക്കളടക്കം ശക്തമായി രംഗത്ത് വന്നിരുന്നു. ഇവരിൽ പലർക്കും രൂക്ഷമായ സൈബർ ആക്രമണവും രാഹുൽ അനുയായികളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. എന്നാൽ രാഹുലിനെതിരെ കടുത്ത നിലപാട് ആവശ്യപ്പെട്ടുകൊണ്ടും അയാൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന ചില വനിതാ നേതാക്കൾ ഈ വിഷയത്തിൽ ദുരൂഹമായ മൗനം പാലിക്കുന്നതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ്. അതിനാൽ തന്നെ ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ലൈംഗിക അപവാദ ആരോപണ വിഷയങ്ങളിൽ അയാൾക്കെതിരെ കടുത്ത നിലപാടുകളുമായി രംഗത്ത് വന്നവരും അയാൾക്കെതിരെ ഒന്നും പറയാതെ ദുരൂഹമായി മൗനം പാലിക്കുന്നവരുമായ ഇടതു വലതു മുന്നണികളിലെ യുവ വനിതാ നേതാക്കളുടെ ഒരു പട്ടിക തയ്യാറാക്കി പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശലക്ഷ്യം. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യമായി പ്രതികരണം നടത്തിയ ഒരു വനിതാ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ RV സ്നേഹ അല്ലെങ്കിൽ സ്നേഹ ഹരിപ്പാട് എന്ന യുവതിയാണ്. ഇവർ ആദ്യമായി തന്റെ പ്രതികരണങ്ങൾ പങ്കുവച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലാണ്. രാഹുൽ ഈ വിഷയത്തിൽ മൗനം പാലിക്കരുതെന്നും സംഘടന ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അടിസ്ഥാനരഹിതങ്ങളായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നുമുള്ള നിലപാടാണ് ശബ്ദ സന്ദേശങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ RV സ്നേഹ എന്ന യുവതി പങ്കുവച്ചത്. ഇതിനുശേഷം ഈ ശബ്ദ സന്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുകയും ചില മാധ്യമങ്ങൾ അവ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതോടുകൂടി സ്നേഹ തന്നെയാണ് ഈ ശബ്ദ സന്ദേശങ്ങൾ ചോർത്തി കൊടുത്തത് എന്ന ഉന്നയിച്ചുകൊണ്ട് രാഹുലിനെ അനുകൂലിക്കുന്നവർ ഇവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തി. സ്നേഹയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസ് അണികളിൽ ഒരു വിഭാഗത്തിൽ നിന്ന് രൂക്ഷമായ സൈബർ അറ്റാക്കും ഉണ്ടായി. ഇതിന് പ്രതികരണം എന്നോണം താനാണ് ശബ്ദ സന്ദേശങ്ങൾ ചോർത്തിയത് എങ്കിൽ തന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നും അത് തെളിയിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തന്റെ വിമർശകരെ വെല്ലുവിളിച്ച് സ്നേഹയും രംഗത്തെത്തിയിരുന്നു. രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ട് പിന്നീട് രാഹുലിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയത് മുസ്ലിം യൂത്ത് ലീഗിന്റെ വനിതാ മുഖങ്ങളായ ഫാത്തിമ തെഹ്ലിയയും നജ്മ തബ്ഷീറയുമാണ്. ഇവർ പറഞ്ഞത് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് ഗൗരവതരമായ ആരോപണങ്ങളാണ്. പ്രഥമ ദൃഷ്ടിയ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയോ അവിശ്വസിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലെന്നുമാണ്. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിക്കാനാവില്ല എന്നും ഇവർ വെളിപ്പെടുത്തി. യൂത്ത് ലീഗിന്റെയോ മുസ്ലിം ലീഗിന്റെയോ മുതിർന്ന നേതാക്കളോ പുരുഷ നേതാക്കളോ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നജ്മയും ഫാത്തിമയും പരസ്യ നിലപാട് പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടം കൂടുതൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ കോൺഗ്രസ് വനിതാ നേതാക്കളെ ആക്രമിച്ചതുപോലെ അല്ലെങ്കിൽ അവർക്കെതിരെ സൈബർ കടന്നാക്രമണം നടത്തിയതുപോലെ ഈ രണ്ട് വനിതാ യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ ശബ്ദിക്കുവാൻ രാഹുലിന്റെ സൈബർ പട്ടാളം തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. രാഹുൽ മാങ്കൂട്ടം നേരിട്ട ലൈംഗിക അപവാദ വിഷയത്തിൽ രാഹുലിനെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഏറ്റവും ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയത് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവായ താര ടോജോ അലക്സ് ആണ്. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു താര ടോജോ അലക്സ്. നിരവധി സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്ന താര ടോജോ അലക്സ് കോൺഗ്രസ് സൈബർ പോരാളികൾക്ക് ഒരു കാലഘട്ടത്തിലെ മിന്നും താരമായിരുന്നു. പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരുന്നത് ഇവർ ഷാഫി രാഹുൽ മാങ്കൂട്ടം സഖ്യവുമായും ഗ്രൂപ്പുമായും ചേർന്ന് നിൽക്കുന്ന ഒരു വനിതാ നേതാവാണെന്നാണ്. എന്നാൽ എവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് രാഹുലിനെതിരെ ഒരു പിടി ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി ഇവർ രംഗത്തെത്തിയത്. രാഹുലിന്റെ നിലപാടുകളെ പരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ടും ഈ പീഡനങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നുമുള്ള രീതിയിലാണ് താര ടോജോ ആദ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. എത്ര അലക്കി വെളുപ്പിക്കാൻ ശ്രമിച്ചാലും രാഹുൽ പുണ്യാളനാവില്ല എന്ന അർത്ഥത്തിൽ ഇവർ വീണ്ടും വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുകൾ പങ്കുവെക്കുകയായിരുന്നു. ഇതേ തുടർന്ന് താര ടോജോയ്ക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം രാഹുൽ മാങ്കൂട്ടം അനുയായികളിൽ നിന്നും കോൺഗ്രസ് സൈബർ പോരാളികളിൽ നിന്നും ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം.
ഏറ്റവും ഒടുവിലായി രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ താരോ ടോജോ അലക്സിനും പങ്കുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രമുഖ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറിയയും നിരവധി വീഡിയോകൾ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനയാൾ നിരവധി തെളിവുകളും നിരത്തുന്നുണ്ട്. എന്നാൽ താരോ ടാജോ ഉയർത്തിയ വിഷയങ്ങൾ യാഥാർത്ഥ്യമാണെന്നും അവരുടെ വിമർശനങ്ങളെ ആരോഗ്യപരമായി കാണേണ്ടതാണെന്നുമുള്ള അഭിപ്രായമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. രാഹുലിനെതിരെ ഏറ്റവും രൂക്ഷമായ പരിഹാസം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയ രാഷ്ട്രീയ എതിർചേരിയിലുള്ള യുവ വനിതാ നേതാവ് പി ദിവ്യയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷയും ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ പ്രേരണാ കുറ്റവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ളയാളുമാണ് പി ദിവ്യക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ അവർക്കെതിരെ ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന വസ്തുതയും നാം ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനെ OLX-ൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന പരിഹാസമാണ് പി ദിവ്യയുടെ ഭാഗത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്നത്. ഇവർ ഈ അർത്ഥത്തിൽ പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ഇടത് സൈബർ പോരാളികൾ അത് ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ദിവ്യയുടെ ഈ പ്രതികരണം വാർത്തയായും ഇടം പിടിച്ചിട്ടുണ്ട്. മുകളിൽ പരാമർശിച്ചവരെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തിയവരും അയാളെ ആട്ടിയകറ്റുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരുമാണ്. എന്നാൽ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയാതെ ഒളിച്ചു കളിക്കുന്ന ഒരു പിടി വനിതാ നേതാക്കൾ കോൺഗ്രസിലും CPM-ലും ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇവരുടെ ഈ വിഷയത്തിലുള്ള ദുരൂഹമായ മൗനം രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന നിലപാടിന് തുല്യമാണെന്നും ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പട്ടികയിലുള്ള ഒന്നാം പേരുകാരി എന്ന് പറയുന്നത് മഹിളാ കോൺഗ്രസിന്റെ കേരള സംസ്ഥാന അധ്യക്ഷയായ രാജ്യസഭാ MP കൂടിയായ ജെബി മേത്തറാണ്. പൊതുവിൽ ജെബി മേത്തർ കോൺഗ്രസിനുള്ളിൽ VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ടീമുമായി ഏറെ അടുത്തു നിന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ വനിതകളുടെ മുഖവും ശബ്ദവുമാവേണ്ട ഈ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് പറയാത്തതും ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തതും കോൺഗ്രസ് വൃത്തങ്ങളിൽ തന്നെ പ്രതിഷേധാർഹമായ സമീപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ജെബി മേത്തറുടെ ഈ സമീപനം തന്ത്രപരമായ മൗനം മാത്രമല്ല, ഇവർ രാഹുലിനെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്ന നിരവധി വനിതാ നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ജെബി മേത്തർ എന്ന വ്യക്തി തന്നെ മഹിളാ കോൺഗ്രസിന് എത്രമാത്രം ആശാസ്യകരമായ ഒരു പ്രസിഡന്റാണ് എന്ന ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. കാരണം സംഘടനയിൽ മഹിളകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഇവർ അധ്യക്ഷയായിരുന്ന കാലത്ത് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, രാജ്യസഭാ MP എന്ന നിലയിൽ പോലും കാര്യമായ ഒരു ഇടപെടൽ കേരള സമൂഹത്തിലും രാഷ്ട്രീയ രംഗത്തും നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന വിമർശനം നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ജെബി മേത്തർക്ക് രാജ്യസഭാ പദവി കൊടുത്തതിനെതിരെ തന്നെ പാർട്ടിക്കുള്ളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതുമായി എല്ലാം ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഈ വിഷയത്തിൽ ജെബി മേത്തർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന തന്ത്രപരമായ മൗനമെന്നും നാം വിലയിരുത്തേണ്ടി വരും. രാഹുൽ വിഷയത്തിൽ ദുരൂഹമായ മൗനം പാലിക്കുന്ന രണ്ട് വനിതാ രത്നങ്ങൾ CPM-ലെ യുവ വനിതാ നേതാക്കളാണെന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ വസ്തുത. ഇവരുടെ മൗനം ദുരൂഹമാണ് എന്ന് പറയുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം എപ്പോഴും സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവർ എന്ന് ഊറ്റം കൊള്ളുന്നവരും ആകാശത്തിന് കീഴിലുള്ള ഒട്ടുമിക്ക വിഷയങ്ങളെക്കുറിച്ച് പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വരാറുള്ളവരുമാണ് ഈ രണ്ട് വനിതാ നേതാക്കളും. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അപവാദ ആരോപണം പോലെ കേരള രാഷ്ട്രീയത്തെ തീ പിടിപ്പിച്ച ഒരു രാഷ്ട്രീയ വിവാദത്തിൽ ഇവർ രണ്ടുപേരും പാലിക്കുന്ന മൗനത്തിന്റെ അർത്ഥതലങ്ങൾ തേടി കോൺഗ്രസ് CPM പ്രവർത്തകർ അലയുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഈ പട്ടികയിലെ ഒന്നാം പേരുകാരി തിരുവനന്തപുരം മേയർ കൂടിയായ CPM-ന്റെ യുവ വനിതാ നേതാവ് ആര്യ രാജേന്ദ്രനാണ്. നമുക്കറിയാം, ആര്യ രാജേന്ദ്രൻ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരാറുള്ള വനിതാ നേതാവാണ്. പ്രത്യേകിച്ച് സ്ത്രീപക്ഷ നിലപാടുകൾ എന്നും ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വനിതാ നേതാവാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് പോലും ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് രാഷ്ട്രീയ വൃത്തങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ പട്ടികയിലെ രണ്ടാം പേരുകാരി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ യുവ വനിതാ മുഖമായ ചിന്താ ജെറോമാണ്. ചിന്താ ജെറോം നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസിനെതിരെ ആവശ്യവും അനാവശ്യവുമായ പ്രതികരണങ്ങൾ നടത്തുവാൻ കാത്തിരിക്കുന്ന നേതാവാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് പാർട്ടിയെ കടന്നാക്രമിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ള നേതാവാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടവുമായി ഇവർക്ക് സൗഹാർദ്ദമുണ്ട് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന ഒരു ഓണപരിപാടിയിൽ, ഒരു മാധ്യമ ചാനൽ നടത്തിയ കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ രാഹുലും ചിന്താ ജെറോമും ഒരു പിടി യുവ നേതാക്കൾക്കൊപ്പം പങ്കെടുക്കുകയും ആ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ സീരിയസ് ആയി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ചിന്താ ജെറോം ഒരു തമാശ പറയുകയും ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ടാണോ ചിന്താ ജെറോം ഇപ്പോൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്ന സംശയം രാഷ്ട്രീയ വിമർശകർ ഉയർത്തുന്നുമുണ്ട്. ഏതൊക്കെയായാലും ആര്യ രാജേന്ദ്രന്റെയും ചിന്താ ജെറോമിന്റെയും വിഷയത്തിലുള്ള ദുരൂഹമായ മൗനം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പോലും അമ്പരപ്പിക്കുന്നതാണ് എന്നതാണ് വസ്തുത. ഇത്തരത്തിൽ സ്വന്തം പാളയത്തിലെ യുവ നേതാവിനെതിരെ UDF-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഉയർന്നു വരുന്ന ശക്തമായ വിമർശനങ്ങൾ ഒരു വശത്തും, മറുവശത്ത് എതിർ രാഷ്ട്രീയ ചേരിയിലെ യുവ വനിതാ നേതാക്കൾ ഇയാളുടെ വിവാദ വിഷയത്തിൽ പ്രതികരണം നൽകാതെ ദുരൂഹമായി മൗനം പിന്തുടരുന്നതും കേരള രാഷ്ട്രീയത്തിലെ ഒരു കൗതുക കാഴ്ചയായി മാറുകയാണ്. എന്തു തന്നെയായാലും ഈ ഓണക്കാലം കഴിയുന്നതോടെ രാഹുൽ വിഷയത്തിലെ വിവാദങ്ങൾ കെട്ടടങ്ങിക്കൊണ്ട് കൂടുതൽ കാമ്പുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കേരള രാഷ്ട്രീയം മാറുമെന്ന ചിന്തകൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.